വെൽക്കം ടു നിസാസ് കിച്ചൺ. ഇന്ന് നമുക്ക് വാഴക്കൂമ്പും വൻപയറും ചേർത്ത് തോരനുണ്ടാക്കാം. ഇൻഗ്രീഡിയൻസ്: 250 ഗ്രാം വൻപയർ 8 മണിക്കൂർ വെള്ളത്തിൽ കുതിർത്തെടുത്തത്, ഒരു വാഴക്കൂമ്പ്, ചില സ്ഥലങ്ങളിൽ ഇതിന് വാഴച്ചുണ്ടെന്നും പറയും, പിന്നെ 1 കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഞാനൊരു 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്തിട്ടുണ്ട്, ഒരു 4 പച്ചമുളക്, 2 ചെറിയ ഉള്ളി. ഇത് നമുക്ക് അരച്ചെടുക്കണം. പിന്നെ കടുക് വറക്കാനായിട്ട് 1 സ്പൂൺ കടുക്, 5 ചെറിയ ഉള്ളി, 3 വറ്റൽമുളക്, 2 തണ്ട് കറിവേപ്പില, പിന്നെ ഉപ്പ്, ആവശ്യത്തിന് വെളിച്ചെണ്ണ. ഞാൻ ഇപ്പോൾ കുതിർത്ത് വെച്ചിരിക്കുന്ന വൻപയർ കുക്കറിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 1.5 കപ്പ് വെള്ളം ചേർക്കാം. ആവശ്യത്തിന് ഉപ്പ് ചേർക്കണം. ഇത് വെള്ളത്തിൽ കുതിർത്തത് കൊണ്ട് ഒരു 2 വിസിൽ വരുന്നത് വരെ കുക്ക് ചെയ്താൽ മതി. നമുക്ക് കുക്കറിൻ്റെ വെയിറ്റ് ഇട്ട് ഒരു 2 വിസിൽ വരുന്നവരെ വെയിറ്റ് ചെയ്യാം. ഇപ്പം നമ്മുടെ പയർ പാകത്തിന് കുക്കായിട്ടുണ്ട്. ഇനി നമുക്ക് വാഴക്കൂമ്പ് വൃത്തിയാക്കിയെടുക്കാം. അതിനായിട്ട് ഇതിൻ്റെ പുറത്തുള്ള ഈ കട്ടിയുള്ള ഈ ഭാഗം വാഴപ്പോള ഒരു 2-3 അടർത്തി മാറ്റണം. അതിനുശേഷം ഇതിൻ്റെ ഉള്ളിലുള്ള ഭാഗമാണ് നമുക്ക് കുക്ക് ചെയ്യാനായിട്ട് വേണ്ടത്. നമുക്ക് എല്ലാവർക്കും തന്നെ ഇത് വൃത്തിയാക്കിയെടുക്കാൻ അറിയാം, എന്നാലും കുക്കിങ്ങിൽ ബിഗിനേഴ്സിന് വേണ്ടിയിട്ടാണ് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. അതിനുശേഷം ഇതിൻ്റെ കട്ടിയുള്ള ഈ ഞെടുപ്പ് ചെത്തിക്കളയണം. ഇനി ഇത് അരിയുന്നതിന് മുമ്പ് കയ്യിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് തടവിയ ശേഷം വേണം ഇത് അരിഞ്ഞെടുക്കാനായിട്ട്. കാരണം ഈ വാഴക്കൂമ്പിൽ നല്ലതായിട്ട് കറയുണ്ട്. അത് നമ്മുടെ കയ്യിൽ പറ്റി വൃത്തികേടാകാതിരിക്കാനാണ്. അതിനുശേഷം ഇതുപോലെ കൊത്തി നമുക്ക് അരിഞ്ഞെടുക്കണം. ഇപ്പോൾ ഞാൻ വാഴക്കൂമ്പ് മുഴുവൻ അരിഞ്ഞു കഴിഞ്ഞു. ഇനി ഇതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. കാരണം ഇതിൽ നന്നായിട്ട് കറയുണ്ട്. ഇത് മാറാനാണ് ഇതുപോലെ ഓയിൽ ഒഴിച്ചിട്ട് ഇത് ഫുള്ള് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഞാനിപ്പോൾ തേങ്ങ, മഞ്ഞൾപ്പൊടി, പച്ചമുളക്, ചെറിയ ഉള്ളി ചേർത്ത് തരിതരിപ്പായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഞാനൊരു പാൻ വെളിച്ചെണ്ണ ഒഴിച്ച് അടുപ്പിൽ വെച്ചിട്ടുണ്ട്. ഇത് ചൂടായ ശേഷം കടുകിട്ട് പൊട്ടിച്ചെടുക്കാം. ഇപ്പോൾ കടുക് പൊട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ചെറിയ ഉള്ളി ചേർക്കാം, കറിവേപ്പില ചേർക്കാം, വറ്റൽമുളക് ചേർക്കാം. ഇനി ഇതെല്ലാം കൂടെ ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്യണം. ഇനി അടുത്തതായിട്ട് നമുക്കിതിലേക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന വൻപയർ ആഡ് ചെയ്യാം. ഈ വൻപയർ വേവിക്കുമ്പോൾ അധികം വെന്ത് കുഴഞ്ഞു പോകരുത്. കാരണം തോരനാകുമ്പോൾ കുറച്ച് ക്രിപ്സി ആയിട്ടിരിക്കണം. ഒന്ന് മിക്സ് ചെയ്യണം. അങ്ങനെ നമുക്കിതിലേക്ക് നമ്മൾ അരിഞ്ഞ് തയ്യാറാക്കി വെച്ചിരിക്കുന്ന വാഴച്ചുണ്ട് ചേർത്ത് കൊടുക്കണം. ഈ വാഴച്ചുണ്ട് ചേർത്ത ശേഷം ഇതിൻ്റെ പയർ കൊണ്ട് ഇത് നന്നായിട്ടൊന്ന് കവർ ചെയ്യണം. കാരണം നന്നായിട്ട് ഇത് ആവി തട്ടാനായിട്ടാണ്. കവർ ചെയ്തിടാം. ഇനി നമുക്കിതൊന്ന് മൂടി വെച്ച് ഒരു 5 മിനിറ്റ് കുക്ക് ചെയ്യാം. നമുക്ക് അടപ്പ് മാറ്റി നോക്കാം. ഇത് കുക്കായിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് അരച്ച് വെച്ചിരിക്കുന്ന തേങ്ങ ചേർക്കാം. ഈ തേങ്ങ നന്നായിട്ട് അരയ്ക്കരുത്, ജസ്റ്റ് തരിതരിപ്പായിട്ട് ഇതൊന്ന് അരച്ചെടുക്കുകയേ ചെയ്യാവുള്ളൂ. ഇനി ഇത് തേങ്ങയും ഇതുപോലെ പയർ കൊണ്ട് നന്നായിട്ട് കവർ ചെയ്യണം. ഇതിന് നന്നായിട്ട് ആവി തട്ടി വേവണം, അല്ലെങ്കിൽ തേങ്ങയ്ക്ക് അതിൻ്റെ ഒരു പച്ച ടേസ്റ്റ് മാറാനായിട്ടാണ്. ഇനി ഇത് മൂടി വെച്ച് 2-3 മിനിറ്റ് കുക്ക് ചെയ്യാം. അപ്പോൾ ഇത് നന്നായിട്ട് ആവി കയറിയിട്ടുണ്ട്. നന്നായിട്ട് മിക്സ് ചെയ്യണം. ഇനി ഇത് അടുപ്പിൽ വെച്ച് തന്നെ ഒരു 2-3 മിനിറ്റ് വിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. എന്നിട്ട് ഇതിനകത്തുള്ള വാട്ടർ കണ്ടൻറ്റൊക്കെ പോയി ഡ്രൈ ആയിട്ട് വരണം. അപ്പം നമ്മുടെ തോരൻ റെഡിയായി കഴിഞ്ഞു. ഇനി നമുക്ക് അടുപ്പിൽ നിന്ന് വാങ്ങാം. വാഴക്കൂമ്പ് വൻപയർ തോരൻ ഇഷ്ടമായെന്ന് കരുതുന്നു. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക് യു.